കാറ്റും കടലും ഇളകി മറിയുകയാണ്. പടകിൽ തിര തള്ളിക്കയറുക. വള്ളം മുങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്കറിയോ, ഉപ്പിന്റെ പതയുള്ള വെള്ളം മുടി മുതൽ പാദം വരെ ഒഴുകിയിട്ട് വള്ളത്തിനകത്ത് വെള്ളം കയറി വെള്ളത്തിൽ കിടന്നുറങ്ങുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടോ? ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്ന ആളായത്. ശരിക്കും ഉറക്കയില്ല, രാത്രിയിലെല്ലാം പ്രാർത്ഥനയാണ്. ആ ദൈവപുത്രൻ, നമ്മുടെ കർത്താവ്, വെള്ളത്തിൽ കിടന്നുറങ്ങുന്നു. പക്ഷേ ഈ വള്ളം മുങ്ങാൻ തുടങ്ങുമ്പോൾ ഇവര് ചേർന്നൊരു നിലവിളി വിളിച്ചു, നാഥാ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ബൈബിൾ പറയുന്നു, അവൻ അമരത്ത് എഴുന്നേറ്റു. ടൈമിംഗ് ഈസ് എവരിതിങ്. തിരമാലയുടെ ശബ്ദം എന്ന് പറയുന്നത് അസാധാരണ ശബ്ദം, തിരയുടെ ശബ്ദം യേശുവിനെ ഉണർത്തിയില്ല. ആഞ്ഞടിച്ച കൊടുങ്കാറ്റിന്റെ ശബ്ദം യേശുവിനെ ഉണർത്തിയില്ല. വള്ളത്തിൽ കയറിയ വെള്ളം യേശുവിനെ ഉണർത്തിയില്ല. ഈ ശബ്ദങ്ങളൊന്നും അവൻ കേട്ടില്ല. പക്ഷെ തന്റെ മക്കള് കരയാൻ തുടങ്ങിയപ്പോൾ, തന്റെ മക്കൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ, ആ നിലവിളിക്ക് തിരമാലയുടെ അത്ര ശബ്ദമില്ല, ആ നിലവിളിക്ക് കാറ്റിന്റെ അത്ര ശബ്ദമില്ല. പക്ഷെ തന്റെ മക്കളുടെ ഞരക്കത്തെ, നിലവിളിയെ കേട്ട് കൃത്യസമയത്ത് എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്.